ചന്ദ്രേട്ടാ, എങ്ങോട്ടാ പോണ സഞ്ചായിട്ട്? കൃഷിഭവനിലോട്ട്. കൃഷിഭവനാ? അവിടെ എന്താ? വിത്തും തയ്യും എന്തേലും കിട്ടുമോ നോക്കട്ടെ. വിത്തും തൈ മാത്രമല്ലോ? വല്ല പൈൻറ്റോ പൊള്ളോ കൊടുക്കുന്നുണ്ടെങ്കിൽ പറ, ചേട്ടൻ്റെ കൂടെ ഞാനും വരാം. നീ ആദ്യം നിന്റെ കാലൊന്ന് ഉറച്ചു നിൽക്ക്, കൂടെ വരാൻ നടക്കണം. ലോട്ടറിയും മദ്യം വെറ്റ് ഗവൺമെന്റ് പിടിച്ചു നിൽക്കണേ, പിന്നല്ലേ ഞാന്. ഹലോ ചേട്ടാ, നമ്മുടെ കർഷകശ്രീ ചന്ദ്രേട്ടൻ കൂടെ പോണ കണ്ടോ? അയാള് കൃഷിഭവനോട്ട് പോയല്ലോ. എന്നാ ശരി. അല്ല, നീ ഏതോ അങ്ങോട്ടാ? കൃഷിഭവനിലോട്ട്. എല്ലാരും കൃഷിഭവനിലോട്ടാണല്ലോ. എന്നാ ഞാനും ഉണ്ട്. അതല്ല, ഒരു കപ്പും കൂടി അടിച്ചിട്ടുണ്ട് പോവാ. അതാണ് അതിന്റെ ശരി. ചന്ദ്രേട്ടാ, ഒന്ന് നിൽക്കണേ. എന്താടാ കൃഷ്ണൻകുട്ടി, എന്തിനങ്ങനെ കണക്കണേ? ചേട്ടാ എവിടേക്കാ? കൃഷിഭവനിലേക്ക്. നിനക്കെന്തേലും വാങ്ങാനുണ്ടോ? അടിച്ചു. നിന്നണക്കാടെ കാര്യം പറയടാ. നിങ്ങൾക്ക്? എനിക്ക്? നിങ്ങൾക്ക് ലോട്ടറി അടിച്ചെന്നേ. ഒന്ന് പോടാ അവിടുന്ന്. അടിച്ചെന്നേ? കുറച്ച് ലോട്ടറി ഭ്രാന്ത് ഉണ്ടെന്ന് കരുതി പ്രായമുള്ളവരെ കളിയാക്കുക. എന്നാ പിന്നെ ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറിയുടെ നമ്പർ ഞാൻ പറയട്ടെ. ഞാനെടുത്ത നമ്പർ നിനക്കറിയില്ലല്ലോ. എന്നാ കേട്ടോ, WW 80 83 31. ഒന്നുകൂടെ പറ. WW 80 83 31. ഒന്നാം സമ്മാനം 75 ലക്ഷം രൂപ. ചന്ദ്രേട്ടാ, സ്വപ്നായിരുന്നോ? ഒന്നാം സമ്മാനവും 75 ലക്ഷം എല്ലാം പോയി. നീ ഈ ചൂല് കാണിക്കാനാണോ എന്നെ വിളിച്ചുണർത്തിയത്? സമ്മാനം എന്ന് കേട്ടപ്പോ എന്താന്നറിയാൻ നോക്കിയതാ. അത് നീയും കേട്ടോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ ജനലം അടച്ചേ. ഞാൻ പോയേക്കാം. ഇതാണ് ഒരു സാധനം വെച്ചാ വെച്ചോടത്ത് കാണില്ല. ഇനി പോക്കറ്റിലുണ്ടോ ആവോ? സുമേ, നീ എൻ്റെ ഷർട്ട് കണ്ടോ? എൻ്റെ ഷർട്ട് കണ്ടോന്ന്. കണ്ണടയല്ലേ അവിടെ ഇരിക്കണ്? കണ്ണടയല്ല, ഷർട്ട്. എന്താ, നിനക്ക് തണുക്കണുണ്ടോ? നീ എന്തെങ്കിലും കഴിച്ചോ? സരസു എന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചാ വേഗം ചെല്ലണം, ഇല്ലേലേ തീരും. തിന്നണ്ട കാര്യം പറഞ്ഞ ചെവിക്കൊരു കുഴപ്പമില്ല. ഹേയ് ഗായത്രി, പത്രം.
പത്രം ഇടുന്നവർ ഇവിടെ ഇട്ടേച്ച് പോയാൽ പോരെ? എന്തിനാ പോകുന്ന ആളല്ല ഞാന്. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ടല്ലോ. ആ വീട്ടിൽ പട്ടിയുണ്ട്, അത് ഗായത്രിക്ക് അറിഞ്ഞൂടെ? എനിക്കെല്ലാം അറിയുന്നുണ്ട്. എന്നാ ചേട്ടൻ വിട്ടോ, പത്രം തണുക്കണ്ട. ഇതാണ് ഗായത്രിയുടെ ഒരു കുഴപ്പം. ഇത്രയും കാലത്ത് ഗായത്രിനെ ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് വരുന്നത്. എന്നാലേ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അച്ഛനിപ്പോ വരും, ഞാൻ പോവാ. നീ കണ്ടോ? എന്തോന്ന്? കണ്ടോന്ന്? വായിലിരിക്കുന്നത് തുപ്പിയിട്ട് പറ മനുഷ്യ. നീ എൻ്റെ ഷർട്ട് കണ്ടോന്ന്? ഞാൻ എങ്ങനെ കാണാനാ? ഇനിയിപ്പോ അലക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടോന്ന് നോക്കട്ടെ. ബെസ്റ്റ്. എത്ര ലക്ഷത്തിൻ്റെ സാധന നിനക്കറിയോ? എന്ത് ഷർട്ടോ? ഷർട്ടല്ല, അതിൻ്റെ പോക്കറ്റിൽ കിടക്കണത്. പതുക്കെ പതുക്കെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പോത്ത് പോലെ വളർന്നേ ഉള്ളൂ, തലക്കകത്തൊന്നുമില്ല. അല്ലേലും ചന്ദ്രേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ല. അടുക്കളയിലുള്ള ആളോടുള്ള സ്നേഹമൊക്കെ ഞാൻ അറിയുന്നുണ്ട്.